മഹാപരിശുദ്ധനായ ദൈവത്തിന് സകല മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവവചനവുമായി ദൈവസഭയുടെ മുൻപാകെ നിൽക്കുവാനായിട്ട് ദൈവം കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എഴുതിയ മഹാനായ അപ്പോസ്തലനായ യോഹന്നാൻ്റെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്ന് ചില ചിന്തകൾ പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകത്തിൻ്റെ മഹത്വം, ഇമ്പോർട്ടൻസ് ഓഫ് റെവലേഷൻ എന്നുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പോസ്തലൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് അല്പമായി കടക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് കുറച്ച് പറയും. അത് കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ചുള്ള വിഷയമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സെബദിയുടെ ഇളയ മകനാണ് എന്ന് മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1:19 നമ്മൾ വായിച്ചാൽ കാണുവാനായിട്ട് കഴിയും. അവൻ്റെ മാതാവ് സലോമ ആണ് എന്നുള്ളത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 27:56, യോഹന്നാൻ്റെ സുവിശേഷം 19:25, മാർക്കോസിൻ്റെ സുവിശേഷം 16:1 ഇങ്ങനെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. സെബദി ഒരു ധനവാനായിരുന്നു എന്ന് ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയും. അവന് സ്വന്തമായി പടകും വലയും കൊണ്ടായിരുന്നു. ധാരാളം കൂലിക്കാരെ വച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന ഒരു ധനവാനമായ മനുഷ്യനായിരുന്നു സെബദി എന്ന് ബൈബിൾ നമ്മോട് അവനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ യാക്കോബും യോഹന്നാനുമായിട്ട് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനെയും യാക്കോബിനെയും കാണുന്നത്. എന്നിട്ട് ആ അവസരത്തിലാണ് അങ്ങനെ കർത്താവ് അവരെ വിളിക്കുന്നത്. അവർ വിളിച്ചപ്പോൾ, കർത്താവിൻ്റെ പിന്നാലെ വരാൻ വിളിച്ചപ്പോൾ വളരെ ഉത്സാഹത്തോടെ ധൈര്യത്തോടുകൂടെ അപ്പനെ കൂലിക്കാരോടുകൂടെ വിട്ടിട്ട് അവരങ്ങനെ ഇറങ്ങിത്തിരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും കർത്താവിൻ്റെ വിളിയെ അങ്ങനെ തിടുക്കത്തിൽ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് ഈ ലോകത്തുള്ളത്. എന്നാൽ അവർ ഉടൻ തന്നെ ഇറങ്ങി ഒന്നും നോക്കാതെ അപ്പനെയും അങ്ങക്ക് എല്ലാവരെയും കൈവിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയ 2 വ്യക്തികളാണ് യാക്കോബും യോഹന്നാനും എന്ന് കാണുവാനായിട്ട് കഴിയും. കർത്താവ് അവർ ധാരാളം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ ശിഷ്യന്മാരാക്കി വിളിച്ചത് മാർക്കോസിൻ്റെ സുവിശേഷം 1:19-20 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. യാക്കോബിനും യോഹന്നാനും ഇടിമക്കൾ എന്ന അർത്ഥമുള്ള ബോനേർക്കസ് എന്ന പേര് കർത്താവ് നൽകിയതായിട്ട് നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷം 3:17 കാണുവാനായിട്ട് കഴിയും. പിന്നെ അവർ വളരെ തീഷ്ണതയുള്ള ആളുകളായിരുന്നു. സമരിയ ഗ്രാമത്തെ തീയിറക്കി നശിപ്പിക്കാൻ അവർ യേശുവിൻ്റെ സമ്മതം ചോദിച്ചതായിട്ട് കാണാം. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 9:54 അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവരാജ്യത്തിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ അമ്മയാണ് ആദ്യം ചോദിക്കുന്നതെങ്കിലും ഒരു കുടുംബത്തിലൂടെ ആലോചനയുടെ പുറത്ത് വന്നതായിരിക്കും. അമ്മ ഒന്നിങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് ഇടത്തും വലത്തിരിക്കാനുള്ള അവസരം തരണം എന്ന് കർത്താവിനോട് അവർ ചോദിച്ചു. കർത്താവ് അത് പിതാവ് ഒരുക്കിയവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് തൽക്കാലം അവരെ അങ്ങനെ ശാന്തതയിൽ ആക്കി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ തൻ്റെ പേര് അങ്ങനെ പറയാനായിട്ട് അദ്ദേഹം ധൈര്യപ്പെടുന്നില്ല. മറ്റേ ശിഷ്യൻ യേശു അധികം സ്നേഹിച്ച ശിഷ്യൻ എന്ന നിലയിലേക്കാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
അങ്ങനെ തൻ്റെ പേര് തന്നെ പറഞ്ഞ് ഒരു പേരുണ്ടാക്കണമെന്ന് ചിന്തിച്ച ഒരു ശിഷ്യനല്ല യോഹന്നാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന അവസരത്തിൽ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ആരാകുന്നു എന്ന് ചോദിച്ച ശിഷ്യൻ ഈ യോഹന്നാനാണെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ആ രീതിയിൽ കർത്താവിനോട് വളരെ അടുപ്പമുള്ള അതൊക്കെ മാറോട് ചേർന്നിരിക്കുന്ന അവസരം കിട്ടുമ്പോൾ കർത്താൻ മാറോട് തന്നെ ചാരുന്ന ഒരു ശിഷ്യനായിട്ട് നമുക്ക് അവനെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ യോഹന്നാൻ സുവിശേഷം 13:21, 20 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ കർത്താവിൻ്റെ ക്രൂശീകരണ രംഗത്ത് ഉണ്ടായിരുന്ന ഏക ശിഷ്യൻ അവരായിരുന്നു. മറ്റെല്ലാവരും ഓടിപ്പോയി. അങ്ങനെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് അങ്ങനെ ഇവൻ അവിടെ ക്രൂശിൻ്റെ അടുക്കിലേക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. വളരെ വീരവാദം മുടക്കിയ പത്രോസൊക്കെ ഓടിപ്പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവൻ ക്രൂശ് കർത്താവ് ചുമന്നു പോകുമ്പോഴും ക്രൂശിക്കപ്പെടുമ്പോഴൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് അവനെ തൻ്റെ മാതാവിനെ നോക്കുന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19:26 മുതൽ 27 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് അവനെ അങ്ങനെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പിന്നെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ സമയത്ത് പത്രോസിൻ്റെ ഒപ്പം കൂടെ ഓടിയ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. അങ്ങനെ പല വിധത്തിലും യോഹന്നാനും പ്രത്യേകത കൊണ്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ വെളിപ്പാട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ യോഹന്നാനും പത്രോസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതായിട്ട് കാണാം. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ ശമരിയർ അങ്ങനെ ദൈവവചനം കൈക്കൊണ്ടു എന്ന് ശിഷ്യന്മാർ കേട്ടപ്പോൾ അവിടെ സുവിശേഷം പറയാനായിട്ട് ശിഷ്യന്മാർ അയച്ചതും ഇവരെയാണ്, യാക്കോബിനെയും യോഹന്നാനെയുമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെ സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ട ആളുകൾ ഒരാളായിട്ട് ഈ യോഹന്നാനാണ് ഉണ്ടായിരുന്നത് എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:9 വായിച്ചാലും നമുക്ക് കാണുവാനായി കഴിയുന്നതാണ്. പിന്നെ സന്നദ്ധയും സംഘം, കാരാഗ്രഹം, സമരിയ എന്നിടങ്ങളിലൊക്കെ പത്രോസിനോടൊപ്പം ഇവൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായിട്ട് അദ്ദേഹത്തെ കാണുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ഒരു കാര്യം, അതിൻ്റെ 12 നമ്മൾ വരുമ്പോൾ ഗരോദ അഗ്രിപ്പാവ് യാക്കോബിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പത്രോസ് കൈസരിയിലേക്ക് അങ്ങനെ പോയതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ യോഹന്നാൻ യെരുശലേമിൽ പാർത്തുകൊണ്ട് മറിയയെ സംരക്ഷിച്ച് അവിടെ ജീവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ മറിയ മരിച്ചതിന് ശേഷം എഫെസോസ്, റോം, ഗ്രീക്ക് മുതലായ പട്ടണങ്ങളിലൊക്കെ പോയി സുവിശേഷ വേല ചെയ്യുകയും അനേകം സഭകൾ അങ്ങനെ യോഹന്നാനെ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ധീരനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അങ്ങനെ ഈ ഡൊമിഷ്യൻ ചക്രവർത്തി ഇവനെ പിടിച്ചുകൊണ്ട് അങ്ങനെ റോമിലേക്ക് പോയി എന്നും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഡൊമിഷ്യൻ യോഹന്നാൻ ആവശ്യപ്പെട്ടത് അതിൻ്റെ വിശ്വാസം ത്യജിച്ച് കളയണം, വിശ്വാസം വിട്ടുകളയണം എന്ന് പറഞ്ഞ് അവൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവൻ്റെ ഒരു തീരുമാനം ഇതായിരുന്നു, ഈ യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് അവനെ കൊല്ലണം എന്നുള്ളതായിരുന്നു. ആ രീതി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ക്രമീകരണം ഒക്കെ ചെയ്തതിന് ശേഷം തിളയ്ക്കുന്ന അവൻ്റെ ഇലിയോളം വരുന്ന രീതിയിൽ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പടയാളികൾ അവനെ എടുത്ത് അങ്ങനെ എണ്ണയിൽ അവനെ ഇട്ടു. അങ്ങനെ എണ്ണയിൽ അവനെ നിർത്തിയതിന് ശേഷം അവന് പിടഞ്ഞ് മരിക്കുന്നത് കാണാനായിട്ട് കൊളോസിയത്തിൽ നിറയെ ആളുകൾ നിറഞ്ഞിരുന്നു എന്നും ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ഒരു ഈ സാഹചര്യത്തിൽ വളരെ ശാന്തനായിട്ട് ആ തിളയ്ക്കുന്ന എണ്ണയിൽ നിൽക്കുന്ന ആ ആളെയാണ് യോഹന്നാനെയാണ് ജനം കണ്ടത്.
കൊലോസ്യത്തിലെ കാഴ്ച കണ്ട് സന്തോഷിക്കാനിരുന്നവർ കണ്ടത്. അത് ആ അവസരത്തിൽ ഒരു വെളുത്ത പ്രാവ് അവൻ്റെ തലയിൽ പറന്നു നിൽക്കുന്നതായിട്ടും അങ്ങനെ കൊലോസ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടു. ആ കാഴ്ച അവരത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അത് പരിശുദ്ധാത്മാവായിരുന്നുവെന്ന് പിൽക്കാലത്തിൽ അതിനെക്കുറിച്ച് വിലയിരുത്തപ്പെട്ടു എന്ന് അങ്ങനെ അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ എണ്ണയിൽ, തിളയ്ക്കുന്ന എണ്ണയിൽ സന്തോഷത്തോടുകൂടെ അവൻ കിടന്നു. അല്ല, അവൻ പിടഞ്ഞു മരിക്കുന്നത് കാണുവാനായിട്ട് കൊളോസ്യത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് കഴിഞ്ഞില്ല. ആ അവസരത്തിൽ അവൻ അവിടെ നിന്ന് സുവിശേഷം പറയുകയും അങ്ങനെ കൊളോസ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് ഉള്ള രീതിയിലാണ് അങ്ങനെ രേഖകളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. കൊളോസ്യത്തിലുണ്ടായിരുന്ന ആനന്ദമെന്നുള്ളത് അവർ അങ്ങനെ യോഹന്നാൻ മരിക്കുന്നത് കണ്ടുള്ള ആനന്ദമല്ല അവർ കിട്ടിയത്. എന്നാൽ കർത്താവിനെ കണ്ടെത്തി എന്നുള്ളൊരു ആനന്ദം അവർ കിട്ടുവാനായിട്ട് കഴിഞ്ഞു. ആ രീതിയിൽ അങ്ങനെ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു പ്രിയ അപ്പോസ്തലനാണ് നമുക്ക് യോഹന്നാൻ അപ്പോസ്തലൻ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവന് പല കഷ്ടതയും കൂടെ കടന്നുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സംഭവത്തെക്കുറിച്ച് അങ്ങനെ പലരും വിശ്വസിക്കാറില്ല എന്നുള്ള ഒരു ഫാക്ടറും ഉണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംഭവം എഴുതിയത് ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുതിയെന്നുള്ള ഒരു കാര്യവുമുണ്ട്. അങ്ങനെ രണ്ട് കാരണങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ചിലർ വിശ്വസിക്കാറില്ല. ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെർത്തുല്യൻ്റെ എഴുത്തുകളിലാണ്. AD 155 240 കാലഘട്ടത്തിൽ ജീവിച്ച തെർത്തുല്യൻ ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. AD 180 ലൗസിയസ് ഷാരിനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആക്സ് ഓഫ് ജോൺ എന്ന് പറയുന്ന ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥം രചിച്ചു. അതിലും ഈ കാര്യത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 90 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ചിലർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതൊരു കാര്യം ഈ സംഭവത്തിനുണ്ട്. എങ്കിലും നമുക്ക് തീർച്ചയായും വിശ്വസിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം രണ്ടുപേർ ഈ ഏകദേശം 100 വർഷം കഴിയുന്നതിന് മുമ്പ് എഴുതി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ എണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ വന്നത് അതിനിഷ്ടപ്പെടാതെ ഡൊമിഷ്യൻ വീണ്ടും ക്രൂരതകൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ മറ്റൊരവസരത്തിൽ അവനെക്കൊണ്ട് വിഷം അങ്ങനെ കഴിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വിഷം അവനെ കൊല്ലുവാനായിട്ട് വിഷത്തിനും കഴിഞ്ഞില്ല എന്നാണ് ചരിത്രരേഖകൾ കാണുന്നത്. മരണകരമായ യാതൊന്നു കുടിച്ചാലും നിന്നെ അത് ഹാനി വരുത്തുകയില്ല എന്ന് കർത്താവ് മാർക്കോസിൻ്റെ സുവിശേഷം 16:18 പറഞ്ഞതുപോലെ വിഷം കഴിച്ചിട്ടും അവൻ മരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം വളരെ മടുത്തുപോയ ഡൊമിഷ്യൻ ഒരു കാര്യം ചെയ്യുകയാണ്. അദ്ദേഹത്തെ എന്നാലും നമുക്ക് നാട് കടത്തി കളയാം എന്ന നിലയിൽ നാട് കടത്തുന്നതായിട്ട് നമുക്ക് കാണാം. പട്മോസ് എന്ന ദ്വീപിലേക്ക് ആളുകളെ അങ്ങനെ ഭീകരമായിരിക്കുന്ന കുറ്റങ്ങൾ ചെയ്ത ആളുകളെ നാട് കടത്തുന്ന പട്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെയും നാട് കടത്തി അങ്ങനെ വിടുകയാണ്. അവന് പ്രതീക്ഷ ഒരു കാര്യമുണ്ട്. അവിടെ കൊത്തി പറിച്ച് അങ്ങനെ കൊല്ലുന്ന കഴുകന്മാരും അങ്ങനെ കുത്തി കൊല്ലുന്ന തേളുകളും ഒരുപക്ഷെ കടിച്ച് വിഷം കയറ്റി കൊല്ലുന്ന പാമ്പുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവ ഇവനെ കൊല്ലും എന്ന നിലയിൽ ഉള്ള ഉറപ്പിലാണ് ഡൊമിഷ്യൻ അവിടേക്ക് നാട് കടത്തുന്നത്. എന്നാൽ ആ അവസരത്തിലും ഇങ്ങനെയുള്ള ജീവികളൊന്നും തന്നെ, ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊന്നും തന്നെ അവനെ ഉപദ്രവിക്കാനായിട്ട് തയ്യാറില്ല. അവരെല്ലാം അവനോട് സ്നേഹം നടിച്ച്
അവനോട് കൂടിയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏറ്റവും ഉറ്റസഖിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പട്മോസ് ദ്വീപിൽ കിടക്കുന്ന ഈ അവസരത്തിലാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1:10 നമ്മൾ വായിക്കുന്നത്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്നാണ്. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്ന ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലായി, ആത്മാവ് നിറഞ്ഞവനായി, ആത്മാവിനുള്ളിനായി അവനെങ്ങനെ ഈ ദർശനങ്ങളിങ്ങനെ കാണുക. അതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പട്മോസ് ദ്വീപിൽ വച്ച് ദർശനം കണ്ട് രേഖപ്പെടുത്തിയതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവന് AD 96 ഡൊമിഷ്യൻ മരിച്ചു എന്ന് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നീറോ ചക്രവർത്തിയായി അവിടെ ഭരണമേൽക്കുന്നുണ്ട്. നീറോ ചക്രവർത്തിക്ക് യോഹന്നാനോട് മനസ്സലിവ് തോന്നി അവനെ തിരിച്ച് എഫെസോസിലേക്ക് കൊണ്ടുവന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പല വർഷങ്ങൾ അങ്ങനെ എഫെസോസിൽ അങ്ങനെ താമസിച്ച് ഏകദേശം 100-ലധികം വർഷം അവൻ ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ ചേല ചെയ്തു പോർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോളികോർപ്പാണ് അവൻ്റെ ശിഷ്യനായി ഉണ്ടായിരുന്നത്. അവൻ എഫെസോസിലെ സഭകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ പോളികാർപ്പ് ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ അപ്പോസ്തലൻ എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നുള്ള ഒരു ഫാക്റ്റുണ്ട്. ആ രീതിയിൽ അപ്പോസ്തലനായ ഉത്തരവാദിത്വം പോളികാർപ്പ് ഏറ്റെടുത്തില്ല. പിന്നെ ബിഷപ്പായിരുന്നു എന്ന നിലയിൽ ആണ് ഈ പോളികാർപ്പിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ യോഹന്നാൻ ഒരു നേച്ചുറൽ ഡെത്ത് ലഭിച്ച ഒരു ശിഷ്യനായി, ഈ ഒരു ഏക വ്യക്തിയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം AD 95-96 എഴുതിയത് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും. നമ്മൾ വെളിപ്പാട് പുസ്തകം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ എഴുതുക എന്ന് പലതവണ യോഹന്നാനോട് പറയുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പട്മോസ് ദ്വീപിൽ വെച്ച് തന്നെ ആയിരിക്കും എഴുതിയതെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ചിലർ അങ്ങനെ ഇല്ല, എഫെസോസിൽ വന്നതിന് ശേഷം എഴുതി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതൊരു തർക്കം എങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല. അത് എഴുതുക എന്ന് പറയുന്നത് കൊണ്ട് എഫെസോസിൽ വെച്ച് എഴുതി കാണും എന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം എന്ന് ഞാനിങ്ങനെ കരുതുകയാണ്. പിന്നെ ഈ യോഹന്നാൻ്റെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 കാര്യങ്ങൾ ഞാൻ ആമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, കഷ്ടങ്ങളെ ദൈവാശ്രയത്തിൽ ധൈര്യത്തോടെ നേരിടണം എന്നാണ്. യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ ദൈവാശ്രയത്തിൽ ധൈര്യത്തോടെ നേരിടണം എന്നുള്ള. കഷ്ടങ്ങളുടെ മുമ്പിൽ ഭീരുക്കളാകരുത്, കഷ്ടങ്ങളെ കണ്ട് ഭയന്നോടരുത്, തിളയ്ക്കുന്ന എണ്ണ കണ്ട് അയ്യോ എന്ന് വിളിച്ച് അങ്ങനെ ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ധൈര്യത്തോടുകൂടെ കഷ്ടങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവം എനിക്ക് തുണയായി സഖിയായി ഉണ്ട് എന്നുള്ള ഒരു മനോധൈര്യത്തോടുകൂടെ കഷ്ടങ്ങളെ നേരിടണം എന്ന നിലയിലാണ് യോഹന്നാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്ത് എണ്ണയായി തീയാക്കി ഇളക്കുന്ന എണ്ണയായാലും വിഷമായാലും കടിക്കുന്ന പാമ്പായാലും കുത്തിക്കൊല്ലുന്ന തേളായാലും അല്ല കൊത്തി പറിച്ചെടുക്കുന്ന കഴുകനായാലും എന്തായാലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായാലും പനിയായാലും ക്യാൻസറായാലും എന്തായാലും ധീരതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് നേരിടണം എന്ന രീതിയിലാണ് യോഹന്നാൻ എൻ്റെ ചരിത്രം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ ജീവിതത്തിലുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടത നേരിട്ടാലും ദൈവം നമ്മെക്കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ യോഹന്നാനെ ഡൊമിഷ്യൻ കൊല്ലാനായിട്ട് തീരുമാനിക്കണം. ഇത് കൊല്ലാൻ അനുവദിക്കാതെ ദൈവം കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ യോഹനെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കാനുണ്ട്, വെളിപ്പാട് പുസ്തകം എഴുതാനുണ്ട്. അതുകൊണ്ട് ദൈവം ഉദ്ദേശ കാര്യങ്ങൾ ദൈവം നിവർത്തിച്ചെടുക്കും. ആര് എന്ത് തന്നെ എതിർ നിന്നാലും, സാത്താൻ എതിർ നിന്നാലും
ദൈവം ഒരു പരിപാടി നമ്മെക്കുറിച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചെടുക്കും എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ വഴിയിൽ കളയുന്ന ഒരു ദൈവമല്ല, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച് നമ്മുടെ അന്ത്യത്തോളം എത്തിക്കുന്ന അവസാനം വരെയും നിലനിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് യോഹന്നാൻ്റെ ഈ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. പിന്നെ മൂന്നാമതായിട്ട് യോഹന്നാൻ്റെ ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, കഷ്ടത എത്ര കഠിനമായാലും അവൻ അതിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുക എന്നുള്ള. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. പനിയിൽ മാത്രം പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കേണ്ട, വലിയ കാര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കും. എന്താ, മരണത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, മരിച്ച മനുഷ്യരോട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, കല്ലറയിൽ ഉള്ളിൽ ചെന്ന മനുഷ്യരോട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് മേഖലയിലും ദൈവത്തിൻ്റെ കരത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് നാം ഓർപ്പിക്കുക. അല്ല, ഇന്ന പ്രശ്നത്തിൽപ്പെട്ട് ഇനി രക്ഷയില്ല, ഇനി ദൈവത്തിന് തന്നെ നമ്മളെ സഹായിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് പ്രശ്നത്തിലും, എത്ര കഠിനമേറിയ പ്രശ്നത്തിലും ദൈവത്തിന് നമ്മെ സഹായിക്കാനായിട്ട് കഴിയും. കഷ്ടത എത്ര കഠിനമായാലും അതിന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും എന്നാണ്. നാലാമതായിട്ട് യോഹന്നാൻ്റെ ജീവിതവും അവൻ്റെ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്, കഷ്ടതയിൽ ദൈവത്തിൻ്റെ ആശ്വാസം ലഭിച്ചവർ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരും എന്നുള്ള. കഷ്ടതകൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് ഒരുപക്ഷെ നാം മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനായിട്ട് വേണ്ടി ആണ്. മറ്റുള്ളവർ കരഞ്ഞു കാണിക്കാനല്ല, മറ്റുള്ളവർക്ക് ദൈവം എന്നെ സഹായിച്ചു എന്ന് ധൈര്യമായിട്ട് പറയാൻ വേണ്ടിയാണ്. അതിനുള്ള മുഖാന്തരങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് കഷ്ടതകൾ അനുവദിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 1:4 നാം കാണുന്നത്, കഷ്ടതകളുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകും എന്നാണ്. അപ്പോൾ ദൈവം ഞങ്ങളെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ദൈവം ഞങ്ങളെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രയോജനം? ഞങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ആശ്വസിപ്പിക്കുവാനും കഴിയും എന്ന രീതിയിലാണ് അങ്ങനെ 2 കൊരിന്ത്യരിൽ അങ്ങനെ അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ യോഹന്നാൻ്റെ ജീവിതവും യോഹന്നാൻ്റെ കഷ്ടതകളും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധൈര്യപ്പെടാനായിട്ട് കഴിയും. ആ രീതി നമുക്ക് കഷ്ടതയുടെ മുമ്പിലും യോഹന്നാൻ്റെ മാതൃക പിൻപറ്റി നമുക്ക് ധൈര്യപ്പെടാം. ഇനി നമുക്ക് നമ്മുടെ പ്രധാന പ്രസംഗ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന നിലയിൽ ആണല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യമാണ്. വെളിപ്പാട് പുസ്തകം 1:1 മുതൽ 3 വരെ ഉള്ള ആ ചെറിയ പാരഗ്രാഫിൽ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ആ 3 വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ വാക്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ ഒരു ഇൻട്രഡക്ഷനാണെന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതിനുള്ള എല്ലാത്തിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഈ 3 വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്നതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു അപ്പോക്കാലിപ്റ്റിക്സ് ലിറ്ററേച്ചർ ആണ് എന്ന് നമുക്കറിയാം. അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിൽ ഉൾപ്പെട്ടതാണ്. വെളിപ്പാട് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് അപ്പോക്കാലിപ്സിസ് എന്നുള്ള വാക്കാണ് ഗ്രീക്കിലുള്ളത്. അതിന് ഇംഗ്ലീഷിൽ അപ്പോക്കാലിപ്സ് എന്ന് പറയും. അതിൻ്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് റെവലേഷനാണ്. റെവലേഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് അൺവെയിലിംഗ് ഓഫ് ഹിഡൻ തിങ്സ്.
അൺവെയിലിംഗ് ഓഫ് ഹിഡൻ തിങ്സ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറനീക്കി കാണിക്കുന്നതാണ് വെളിപ്പാട്. മറഞ്ഞനേക കാര്യങ്ങൾ ഇരിപ്പുണ്ട്. വെളിപ്പാട് പുസ്തകം എഴുതുന്നത് വരെ മറഞ്ഞനേക കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറനീക്കി കാണിക്കാനായിട്ടാണ് വെളിപ്പാട് എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്ന പുസ്തകമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഭാവികാല സംഭവങ്ങളിൽ ദൈവം അവർ മറനീക്കി കാണിക്കൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നടത്തുകയാണ്. ഇതിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന നിലയിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന നിലയിൽ 4 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം ക്രിസ്തുവിൽ നിന്ന് നേരിട്ടുള്ള വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകം ഒന്ന് ക്രിസ്തുവിൽ നിന്ന് നേരിട്ടുള്ള വെളിപ്പാടാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ദൈവവചനം നൽകിയിട്ടുള്ള രീതിയിലല്ല വെളിപ്പാട് പുസ്തകത്തിൽ ദൈവവചനം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ തിരുവെഴുത്തിലും ദൈവസ്വാസ്യമാണ്, ദൈവം തന്നെയാണ് നൽകിയതെന്നറിയാം. ദൈവസ്വാസ്യം എന്ന് പറയുമ്പോൾ ഓൾ സ്ക്രിപ്ചർ ഈസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് എന്ന് നമ്മൾ 2 തിമോത്തി 3:16 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓൾ സ്ക്രിപ്ചർ ഈസ് ബ്രീത്ത്ഡ് ഔട്ട് ബൈ ഗോഡ്. ബ്രീത്ത്ഡ് ഔട്ട്, ദൈവം നിശ്വസിച്ച് തരുന്നത് അല്ലെങ്കിൽ ശ്വാസം വിട്ട് തരുന്നത് എന്ന നിലയിൽ നമുക്ക് എടുക്കാം. ദൈവം ശ്വാസത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ശ്വാസത്തിൽ ലഭിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജീവനായിട്ട് തന്നെയാണ് ദൈവം തരുന്നത്. ദൈവമാണ് തന്നത്, ദൈവത്തിൻ്റെ ശ്വാസമായിട്ടാണ് ദൈവവചനമെല്ലാം നൽകിയിരിക്കുന്നത്. നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രാധാന്യം നമുക്ക് വേണം. ദൈവവചനം എടുത്ത് വായിക്കുമ്പോഴും കാണുമ്പോഴും ഇതൊക്കെ ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവം നിശ്വസിച്ചതാണ് നമുക്ക് ലഭിച്ചിരിക്കുക എന്നുള്ള ബോധം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. ലൈറ്റായിട്ട് ദൈവവചനത്തെ കാണാനായിട്ട് പാടില്ല. ദൈവത്തിൽ നിന്ന് ഇൻസ്പിറേഷനായി ദൈവം നിശ്വസിച്ച് അല്ലെങ്കിൽ ശ്വാസം വിട്ടു എന്ന് പറയുന്ന രീതിയിൽ ദൈവം നമുക്ക് നൽകി തന്നതാണ് ദൈവം. എല്ലാ തിരുവെഴുത്തും അങ്ങനെയാണ് തന്നിരിക്കുന്നത്. എന്താണ്, ഗാഡ് ഈസ് വർക്കിംഗ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു സൂപ്പറിൻറ്റൻറ്റ് എന്ന് പൊതുവെ പറയാം. ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങനെ മേൽനോട്ടം വഹിപ്പിച്ച് എഴുതി എന്നുള്ള രീതിയിൽ കാണാം. ദൈവം മേൽനോട്ടം വഹിപ്പിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് മേൽനോട്ടം വഹിപ്പിച്ചാണ് എല്ലാ തിരുവെഴുത്തുകളും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൂടാതെ എഴുത്തുകാർക്ക് എഴുതത്തക്ക രീതിയിൽ അങ്ങനെ ദൈവം നിശ്വസിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മേൽനോട്ടം വഹിപ്പിച്ച് എഴുതിയതാണ് എല്ലാ തിരുവെഴുത്തും എന്നുള്ളത് കൊണ്ട് എല്ലാ തിരുവെഴുത്തും. അതുകൊണ്ട് തിരുവെഴുത്തുകളൊന്നും മോശമായിട്ടുള്ളതോ ചെറുതോ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് പത്രോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. 2 പത്രോസ് 1:21 പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ എന്നാണ്. മനുഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. ഒന്നും മനുഷ്യരുടെ ഇഷ്ടത്താൽ വന്നതല്ല. തിരുവചനത്തിൽ ഉള്ളതൊന്നും മനുഷ്യരുടെ ഇഷ്ടം കൊണ്ട് എഴുതി വച്ചിരിക്കണമല്ല. അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കണം. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് മനുഷ്യർ എഴുതിയിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവ് സൂപ്പർവിഷൻ നടത്തി മേൽനോട്ടത്തിൽ കൂടെ എഴുതി തന്നിരിക്കുന്നതാണ് എല്ലാ ദൈവവചനവും നമുക്ക് കാണുവാനായിട്ട് എഴുതിയും. അതുകൊണ്ട് എല്ലാ തിരുവചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ട് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറയുമ്പം പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു നേരിട്ട് തരികയാണ്. യേശുക്രിസ്തു നേരിട്ട് തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലല്ല വെളിപ്പാട് പുസ്തകം വരുന്നത്. പിതാവിൻ്റെ പരിപാടികൾ തന്നെയാണ്. പിതാവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിതാവ് നിശ്വസിച്ച് അല്ലെങ്കിൽ ഇൻസ്പിറേഷനിൽ കൂടിയാണ് ബൈബിൾ തന്നിരിക്കുന്നത്. എന്നാൽ ഈ കാര്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ സൂപ്പർവിഷനിൽ കൂടെ ഒന്നും നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല. ആരാണ് തരുന്നത്? യേശുക്രിസ്തു നേരിട്ട് തരികയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടെ തുടങ്ങുന്നത് തന്നെ
വെളിപ്പാട് ദിവസം തുടങ്ങുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നു, നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നു, നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. അല്ല, ആ രീതിയിലാണ് വെളിപ്പാട് പുസ്തകം ഇരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് വെളിപ്പാട് പുസ്തകം ക്രിസ്തുവിൽ നിന്ന് നേരിട്ടുള്ള വെളിപ്പാടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിന് കൊടുത്തതാരെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? യേശു ക്രിസ്തുവിന് കൊടുത്ത പിതാവാണ് യേശു ക്രിസ്തുവിന് കൊടുത്തത്. പിതാവ് പരിശുദ്ധാത്മാവിന് കൊടുത്തല്ല എഴുതുന്നത്, പിതാവ് പുത്രന് കൊടുത്ത് എഴുതാണ്. പുത്രന് കൊടുത്തു. പുത്രൻ അങ്ങനെ താഴോട്ട് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണാം. പുത്രന് കൊടുത്തു എന്നുള്ളതാണ്. പുത്രന് കൊടുത്തതാണ് പുത്രൻ വെളിപ്പെടുത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ തീരുമാനങ്ങളും പിതാവ് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പിതാവ് പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ. പിതാവ് പറയാത്ത ഒരു കാര്യം ചെയ്തിട്ടുമില്ല, ഇതൊന്നും സംസാരിച്ചിട്ടില്ല. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. പിതാവിൻ്റെ വാക്ക് തന്നെയാണ് കർത്താവിൻ്റെ വാക്ക്, പിതാവിൻ്റെ പ്രവൃത്തി തന്നെയാണ് കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12:49 നമ്മൾ വായിക്കുന്നത്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴും ഒന്നും സ്വന്തമായി സംസാരിച്ച് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. നീ എന്ത് പറയണം, എൻ്റെ മകനെ നീ എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്നുള്ളത് പിതാവ് കൽപ്പിച്ചതും പിതാവിൻ്റെ തീരുമാനവുമാണ്. അതെല്ലാം ഒന്നും വിട്ട് കർത്താവ് ചെയ്തിട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഭൂമിയിലായിരുന്നപ്പോഴെങ്ങനെയാണ്, ഇപ്പോൾ വെളിപ്പാട് പുസ്തകവും പിതാവ് തന്നെയാണ് കർത്താവിന് കൊടുക്കുന്നത്. പിതാവ് കൊടുത്തത് നേരിട്ട് അങ്ങനെ കർത്താവ് താഴോട്ട് ഇങ്ങനെ കൊടുക്കാൻ. അപ്പോൾ ഇതെന്ന് ആര് വഴിയാണ് കർത്താവ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതൻ വഴി കൊടുത്തു എന്നാണ് എഴുതിയത്. ദൂതൻ വഴി കൊടുത്ത് പിന്നെ താഴോട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ദൂതന് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ദൂതനാണ് കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് ചിന്തയുണ്ടാകാം. അപ്പോൾ അങ്ങനെ അവിടെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാതിരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനും വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു സ്പെക്കുലേഷൻ, ഒരു കണക്ക് കൂട്ടൽ ഒക്കെ അങ്ങനെ ഭക്തന്മാർ നടത്താറുണ്ട്. അത് നമ്മൾ അറിയുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. എന്താണ് കണക്കൂട്ടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരോട് ദൈവവചനം പറയാനായിട്ട്, സന്ദേശങ്ങൾ കൈമാറാനായിട്ട് വരുന്നത് ഗബ്രിയേലാണ് ഈ സന്ദേശമായി വന്നാൽ. മറ്റു ദൂതന്മാർക്ക് പല ജോലികളുണ്ട്, എന്നാൽ ഗബ്രിയേൽ ദൂതനാണ് സന്ദേശമായി വരുന്നത് എന്നുള്ള രീതിയിൽ ബൈബിൾ അനേകം തെളിവുകളുണ്ട്. ദാനിയേലിനോട് സംസാരിക്കാമെന്ന് ഗബ്രിയേലാണ്. ദാനിയേലോട് സംസാരിക്കണമെന്ന കാര്യം ദാനിയേൽ 8:16 പിന്നെ എൻ്റെ 9:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാം. ദാനിയേലോട് സന്ദേശം പറയാനായിട്ട് ഗബ്രിയേൽ വന്നു എന്ന് കാണാം. പിന്നെ നമ്മൾ കാണുന്നത് സഖറിയാവിനോട് സംസാരിക്കാൻ വന്നത് ഗബ്രിയേലാണ്. പുതിയ നിയമത്തിലാണ് സഖറിയാവിനോട് സംസാരിക്കാൻ വന്നത് ഗബ്രിയേലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1:19 സഖറിയാവിനോട് സംസാരിക്കാൻ വന്നത് ഗബ്രിയേലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കർത്താവിൻ്റെ അമ്മയായ മറിയോട് സംസാരിക്കാൻ വന്നത് ഗബ്രിയേലാണ്. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 1:26 മുതൽ 31 വരെ വായിച്ചു കഴിഞ്ഞാൽ മറിയോട് അദ്ദേഹത്തിൻ്റെ കർത്താവിനെ ഗർഭം ധരിക്കുന്നത് പോലുള്ള കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നത് ഗബ്രിയേലാണെന്ന് ഈ വേദഭാഗത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യരോട് സന്ദേശങ്ങൾ കൈമാറുന്നത് ഗബ്രിയേൽ ആയതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പിന്നെ താഴോട്ട് എങ്ങനെ സന്ദേശം നൽകാനായിട്ട് ഗബ്രിയേലിന് കൈ കൊടുത്തു കാണും എന്നാണ് പൊതുവെ അങ്ങനെ വിശ്വസിക്കുന്നത്. അത് ആ വിശ്വാസം തെറ്റില്ല എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. ഒരു സാധ്യത തീർച്ചയായും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ദൂതൻ വന്നിട്ട് ആരുടെ കൊടുത്തതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ദാസനായ യോഹന്നാന് കൊടുത്തു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസനായ യോഹന്നാൻ, സെർവൻറ്റ്, കർത്താവിൻ്റെ ദാസനായ യോഹന്നാന് കൊടുത്തു എന്നുള്ളത് എന്നാണ് പിന്നെ പറയുന്നത്. ഈ ദാസൻ എന്ന് പറയുന്നത് നല്ലൊരു ഓമന പേരാണ്. നമ്മളൊരു വിചാരിക്കും ദാസൻ എന്ന് പറയുമ്പോൾ നല്ല പേരല്ല, ചീത്ത പേരാണ്. ദാസൻ നല്ല ഓമന പേരാണ്. ദാസൻ എന്ന് പറയാനായിട്ട് എല്ലാവരും ധൈര്യപ്പെട്ടത്. പൗലോസ് അങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തിയത്. ഫിലിപ്പിയർക്ക് ലേഖനം 1:1 പൗലോസ് പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിലാണ് അവർ പറയുന്നത്. പത്രോസ് തന്നെക്കുറിച്ച് പറയുന്നത് 2 പത്രോസ് 1:1 ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ് 2 പത്രോസ് 1:1. യാക്കോബ് തന്നെയാണ് പറയണത്. യാക്കോബിൻ്റെ ലേഖനം 1:1
അദ്ദേഹം പറയും, ഞാൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് കാണാം. യൂദയും തന്നെ പറഞ്ഞു. യൂദ 1-ാമത്തെ വാക്യത്തിൽ യൂദ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ദാസൻ എന്നുള്ള നല്ല പേരാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്ന നല്ല പേരാണ്. നമുക്കും അത് തന്നെയാണ് പേര് ദൈവം തന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ വിളിച്ചാൽ നമുക്ക് പ്രയാസം വരുമായിരിക്കില്ല, കർത്താവ് തന്നെ നമ്മളെ വിളിക്കുന്നത്. വിളിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നത് ദാസന് നല്ല പേരാണ്. ഒരു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നല്ല സേവനം ചെയ്ത ആളുകളെ നന്നായിട്ട് ഗ്രഹവിചാരം ചെയ്ത് നല്ല ദാസനെ എന്ന് വിളിക്കുമെന്നുള്ളതാണ്. നല്ല പേരല്ലേ, നല്ല ദാസനെ എന്ന് വിളിക്കുമെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദാസനെ എന്ന് വിളിക്കാൻ നല്ല പേര് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ദൂതൻ അങ്ങനെ സഭയിലെ മൂപ്പന് കൊടുത്തു എന്നുള്ള, സഭയിലെ മൂപ്പൻ എന്നുള്ള സഭയിൽ എൽഡർ എന്ന നിലയിലാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സഭയിൽ മൂപ്പന് കൊടുത്തു. അങ്ങനെ മൂപ്പൻ സഭയിലെ മൂപ്പൻ അത് പിന്നെ സഭയ്ക്ക് കൊടുക്കാൻ, സഭയെക്കുറിച്ച് പറയുന്നത് അവന് ദാസന്മാർക്ക് കൊടുത്തു. ദാസന്മാർക്ക് കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് കൊടുത്തത്. അതുകൊണ്ട് ദാസന്മാർക്ക് കൊടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് ഈ ക്രമീകരണം, ഈ വഴി അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ആരംഭിച്ചത്? പിതാവിൽ ആരംഭിച്ച് പുത്രനിൽ നിന്ന് അങ്ങനെ ദൂതനിലേക്ക് വന്ന് സഭയുടെ മൂപ്പനിലേക്ക് വന്ന്, അല്ലെങ്കിൽ സഭയുടെ ദൂതനിലേക്ക് വന്ന്, പിന്നെ അവർ ദാസന്മാർക്ക് കൊടുക്കുന്നു, സഭയ്ക്ക് കൊടുക്കുന്നു എന്ന് കാണാനായിട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു വന്നത്, വെളിപ്പാട് പുസ്തകം ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള വെളിപ്പാടാണ് എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു നിയോഗം എന്ന നിലയിൽ ഇവിടെ നമുക്കങ്ങനെ കാണാനായിട്ട് കഴിയില്ല. ആ നിയോഗം ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. എന്നാലും ഡയറക്റ്റായിട്ട് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ അങ്ങനെ പിതാവ് നേരിട്ട് നൽകി തന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന സന്ദേശമാണ് വെളിപ്പാട് പുസ്തകം എന്ന് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ഈ പാരഗ്രാഫിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉന്നതി അല്ലെങ്കിൽ പ്രാധാന്യം എന്ന നിലയിൽ അപ്പോസ്തലൻ പറയുന്ന കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തു തന്നെ തേജസ്സിൽ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. തന്നെ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ തേജസ്സിൽ വെളിപ്പെടുത്തുന്നു എന്നാണ്. തേജസ്സിൽ വെളിപ്പെടുത്തുന്നു. ഒരു കർത്താവ് ഈ ഭൂമിയിൽ അങ്ങനെ വലിയ തേജസ്സൊന്നും നമ്മൾ കാണിച്ചു തന്നിട്ടില്ല, അല്ലേ? ശിഷ്യന്മാർക്ക് അങ്ങനെ കാണിച്ചു, മറുരൂപയിൽ ഒരു ചെറിയ തേജസ്സൊക്കെ അങ്ങനെ കാണിച്ചു എന്ന് നമുക്കറിയാം. എങ്കിലും അവർ പൂർണ്ണ ഗൗരവത്തിൽ അങ്ങനെ തേജസ്സിൽ അങ്ങനെ കർത്താവ് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ സ്വർഗാരോഹണ സമയത്ത് ഒരു മേഘം അവനെ മൂടി, അവനിങ്ങനെ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് കാണാം. അങ്ങനെയാണ് അപ്പോസ്തലൻ പ്രവൃത്തി 1:9 വായിക്കുന്നത്. പിന്നെ അവനങ്ങനെ കർത്താവിനെ കണ്ടിട്ടില്ല. മേഘം മൂടി കർത്താവിനെ അങ്ങനെ മേഘം മറച്ചിങ്ങനെ കൊണ്ടുപോയി. പിന്നെ ശിഷ്യന്മാർ അവനെ കണ്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ അവസ്ഥയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ചാണ് പിന്നെ കർത്താവിനെ കുറിച്ചൊക്കെ പിന്നെ നമുക്ക് അവർ എഴുതി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് എഴുതി തന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. സ്തെഫാനോസിന് ഒരു കാഴ്ച ലഭിച്ചു എന്ന് നമുക്കറിയാം. അപ്പോസ്തലൻ പ്രവൃത്തി 7:7 7:55, 56 ഈ വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അപ്പോൾ സ്തെഫാനോസിന് ഒരു കാഴ്ച ലഭിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനെക്കുറിച്ച് ഒരു വർണ്ണനയില്ല. കർത്താവായ യേശു ക്രിസ്തു തേജസ് കണ്ടു എന്ന് പറയുന്ന, കർത്താവ് ഇങ്ങനെ വലത്തു ഭാഗത്തിരിക്കുന്ന കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടെന്നെങ്കിലും കർത്താവിൻ്റെ തേജസ്സിനെക്കുറിച്ച് സ്തെഫാനോസും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് കാണുന്ന പൗലോസ് അവനൊരു കാഴ്ച കിട്ടി. പൗലോസ് അപ്പോസ്തലൻ 9:3-36 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കിട്ടിയതായിട്ട് പൗലോസിന് കിട്ടിയ അനുഭവത്തെക്കുറിച്ചും കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചും വർണ്ണനയില്ല. അങ്ങനെ പെട്ടെന്ന് ഓരോങ്ങനെ മൊഴി നേരത്തിൽ ഇങ്ങനെ കർത്താവിനെ കണ്ടുപോകുന്നു അല്ലാതെ കർത്താവിനെക്കുറിച്ച് വർണ്ണന അവിടെ ഇല്ല എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പോൾ ഈ അവസരത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിനെ അങ്ങനെ മഹിമയിൽ തേജസ്സിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്, തന്നെ തേജസ്സുള്ളവനായി വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. ആ ഒരു ദൃശ്യമാണ് കർത്താവ് പിന്നെ കാണിച്ചു കൊടുക്കുന്നത്. 1:11-20 വരെ വാക്യങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നതാണ്. കർത്താവിൻ്റെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ അവതരിപ്പിച്ച് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, കാഹളനാദത്തിനൊത്ത ശബ്ദം.
കാഹളനാദത്തിനൊത്ത ശബ്ദം, ഗംഭീരമായിരിക്കുന്ന ശബ്ദം. ശബ്ദത്തെക്കുറിച്ച് പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് ഈ ഭാഗത്ത് തന്നെ പിന്നെ ഇങ്ങനെ പറയാം. കാഹളനാദത്തിനൊത്ത ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലത്തെ ശബ്ദം, വളരെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് കർത്താവ് പുറപ്പെടുവിക്കുന്നത്. വളരെ അങ്ങനെ അത് വളരെ കേൾക്കാൻ ഇൻപമില്ല എന്നുള്ള ഇൻപമൊക്കെ ഉണ്ട്, എങ്കിലും വളരെ വളരെ ഗംഭീരമായി വളരെ കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം. കാഹളനാദത്തിൻ്റെ ശബ്ദമാണ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലത്തെ ശബ്ദമാണ്. രണ്ടാമതായിട്ട് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു എന്നാണ്. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ഏറ്റവും ഉന്നതമായിരിക്കുന്ന നിലയിലുള്ള ഒരു മഹാപുരോഹിതനായിട്ടാണ് കർത്താവ് തന്നെ ഈ അവസരത്തിൽ വെളിപ്പെടുത്തുന്നത്. ഒരു സാധാരണ പുരോഹിതനല്ല, മഹാപുരോഹിതന്മാരിൽ മഹാപുരോഹിതനായി കർത്താവ് തന്നെ അങ്ങനെ അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. മൂന്നാമതായിട്ട് തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള എന്നാണ്. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. അപ്പോൾ ഹിമം എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ഹിമത്തോളം വെള്ള, പഞ്ഞി പോലെ. അങ്ങനെ വെള്ളയെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് വെളുത്ത പഞ്ഞി പോലെ, ഹിമം പോലെ എന്നൊക്കെ വളരെ വിശാലമായിരിക്കുന്ന വർണ്ണനയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തലയും തലമുടിയെയും കുറിച്ച് പറയുന്നത്. ഇത് കർത്താവിൻ്റെ വിശുദ്ധിയെയും വിശുദ്ധിയെ പ്രത്യേകം കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ കാര്യം കർത്താവ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്. നാലാമതായിട്ട് പിന്നെ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണാണ്. അഗ്നിജ്വാല പോലെ ഇരിക്കുന്ന കണ്ണ്. ഈ കണ്ണിൽ കൂടെ കാണാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ ദൃഷ്ടിയിൽ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് തന്നെയാണ് കർത്താവ് അവിടെ കാണിച്ചപ്പോൾ കാണിക്കുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണായിട്ട് കർത്താവിന് കണ്ണായിരിക്കുന്നു എന്നാണ്. പിന്നെ പറയുന്നത്, അഞ്ചാമതായിട്ട് പറയുന്നത് കാൽ ഉലയിൽ ചുട്ടുപളിപ്പിച്ച വെള്ളോട് പോലെ എന്നുള്ളതാണ്. ഉലയിൽ ചുട്ടുപളിപ്പിച്ച വെള്ളോട് പോലെ. വെള്ളോട് താമ്രപീഠത്തിൽ യാഗം ഒക്കെ നമുക്ക് പഴയത്തിൽ കാണാം. ഒരു ന്യായവതിയുടെ ഒരു അടയാളമായിട്ടാണ് ചുട്ടുപൊളിപ്പിച്ച കാൽ എന്ന നിലയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന. മനോഹരമായിരിക്കുന്ന കാൽ, എല്ലാവരും ശുദ്ധീകരിക്കുന്ന, പാപത്തിന് പരിഹാരം വരുത്തി, പാപത്തിന് ശിക്ഷ നടത്തി അങ്ങനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന കാലായിട്ടാണ് ദൈവത്തിൻ്റെ കാലിനെ, കർത്താവിൻ്റെ കാലിനെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെയാണ് ശബ്ദത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞത്. അത് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. പിന്നെ ഏഴാമതായിട്ട് പറയുന്നത് വലങ്കയിൽ 7 നക്ഷത്രം എന്നാണ്. വലങ്കയിൽ 7 നക്ഷത്രം, വലങ്കയിൽ 7 നക്ഷത്രം പിടിച്ചിരിക്കുന്നു. 7 നക്ഷത്രം അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് 7 സഭകളുടെ ദൂതന്മാർ എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലും സഭയുടെ 7 ദൂതന്മാർ താൻ കയ്യിൽ വച്ചിരിക്കുന്നു, വലങ്കയിൽ വച്ചിരിക്കുന്നു എന്നാണ്. പിന്നെ പറയുന്നത് വായിൽ നിന്നും മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നുവെന്ന്. മൂർച്ചയേറിയ വാൾ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം മൂർച്ചയുള്ളതാണ്. സന്ധിമഞ്ഞകളെ തുളച്ചു കയറുവാനായിട്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനമാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്നത്. വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തുള്ളിയുള്ള വാൾ പുറപ്പെടുന്നു. പിന്നെ 9-ാമായിട്ട് പറയുന്നത് മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കുന്നു എന്നാണ്. സൂര്യന് ആവശ്യമില്ലാത്ത രീതിയിൽ പുതിയ യെരൂശലേമിലും അങ്ങനെ സ്വർഗീയ മഹത്വത്തിലുമൊക്കെ അങ്ങനെ ശക്തിയോടെ പ്രകാശിക്കാൻ കഴിയുന്ന കർത്താവാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. പുതിയ യെരൂശലേമിൽ സൂര്യനില്ലെങ്കിലും കർത്താവിൻ്റെ പ്രകാശത്തിൽ അത് പ്രകാശമായിരിക്കും എന്ന് നമുക്കിങ്ങനെ കാണുവാനായിട്ട്. അതുകൊണ്ട് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമാണ് കർത്താവിനുള്ളത്. ആ രീതിയിലാണ് കർത്താവിനെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് കർത്താവ് തന്നെ മഹത്വവാനായി വെളിപ്പെടുത്തുന്നു എന്നിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രൂശിൽ അങ്ങനെ കിടന്നപ്പോൾ അർത്ഥനഗ്നനായി അങ്ങനെ നിന്ദിതനായി കിടന്നുവെന്ന് നമുക്കറിയാം. അങ്ങനെ കണ്ടവർക്കൊക്കെ വളരെ കർത്താവിൻ്റെ എതിരായി നിന്ന ദുഷ്ടന്മാർക്ക് വളരെ സന്തോഷം തോന്നിക്കാണും. ഇത്രയും അയ്യോ എന്നല്ല, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് വിളിച്ചിങ്ങനെ കരയുന്ന ഒരു വ്യക്തിയാണല്ലോ എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് കർത്താവിനെ അവരൊക്കെ കാണുന്നൊരു ദിവസമുണ്ട്. ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ എല്ലാവരും കർത്താവിനെ കാണും. കർത്താവിനെ മഹത്വധാരിയായി എല്ലാവരും കാണുന്ന
ഒരു ദിവസം വരുന്നു. അങ്ങനെ ആ ദൈവമാണ് ഇന്ന് സഭയുടെ നടുവിൽ നടന്ന് പരിപാലിക്കുന്നത്. നമുക്ക് അങ്ങനെ നമ്മുടെ മുമ്പിൽ അങ്ങനെ പ്രത്യേകം അങ്ങനെ അങ്ങനെ മഹത്വം വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ആ ദൈവം നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ സഭയുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. നാലാമതായിട്ട് ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഭാവി കാര്യങ്ങളാണ് പറയുന്നത്, പഴയ കാര്യങ്ങളല്ല. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. യേശു പുനരുദ്ധാനം ചെയ്ത ശേഷം ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇസ്രയേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഈ കാലത്താണോ എന്ന് ചോദിച്ചു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, അവനവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:6-7 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിത് കാണാം. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാര്യങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും അറിയാൻ ഉള്ളതല്ല എന്ന് പറഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഭാവികാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ്. ഭാവികാല സംഭവങ്ങൾ അത് നമ്മൾ പഴയ സുവിശേഷങ്ങളിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ സൂചനകളെ കൊണ്ട് പിതാവ് ചിലപ്പോൾ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് കാണാം. അപ്പോൾ ഭാവികാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കർത്താവിന് ചോദിച്ചത്, ഈ കാലത്തിലാണോ രാജ്യം ഇസ്രയേൽ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ്. ഇസ്രയേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അവസാന കാലത്തെ ഒരു പരിപാടിയാണ്. ഇസ്രയേലിൻ്റെ ഒരു രാജ്യം, സുരക്ഷിതമായ രാജ്യം, സമ്പന്നമായ രാജ്യമൊക്കെ എന്നുള്ളത് അന്ത്യകാല പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പരിപാടിയാണ്. അതിനാണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് കർത്താവ്, അത് നിങ്ങളിപ്പോൾ അറിയണ്ട, അത് പിതാവിൻ്റെ ഹിതത്തിലായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ വെളിപ്പാട് പുസ്തകം ആകുമ്പോൾ പിതാവ് ഈ അന്ത്യകാല സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതായിട്ട് കാണാം. അന്ത്യകാല സംഭവങ്ങളെല്ലാമാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ പറയുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ പറഞ്ഞു വരുന്നത്. നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ് കർത്താവ് പറയുന്നത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം എന്നുള്ളത് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ചരിത്രരേഖയല്ല, ചരിത്രങ്ങൾ സംഭവിച്ചതല്ല. ചരിത്രത്തിലാക്കി തീർക്കുന്ന ആളുകളുണ്ട്, 70 തീർക്കുന്ന ആളുകളുണ്ട്. വിഷയങ്ങൾ പറയാൻ സമയം പോകുന്നു. ഏതായാലും അങ്ങനെ ആക്കി തീർക്കാനുള്ളതല്ല വെളിപ്പാട് പുസ്തകം. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്ന് കർത്താവ് ഇവിടെ പറയാം. അത് ഭാവിയിൽ സംഭവിക്കാനുള്ളത്, അത് ഇറ്റ് ഈസ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ് എന്നുള്ള ഉടൻ വരാൻ പോകുന്നതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് ഭാവികാല പരിപാടിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഭാവികാല സംഭവം വേഗത്തിൽ സംഭവിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് ചിന്തിക്കാൻ വേണ്ടിയല്ല വേഗത്തിലെന്ന് കർത്താവ് പറഞ്ഞത്. നമുക്കൊരു പക്ഷേ ഇതിനെങ്ങനെ പറയാം, ദ ആക്ഷൻ വിൽ ബി സഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ്, നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് വിൽ കം ഇമ്മീഡിയറ്റ്ലി എന്നാണ്. അതായത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കും, അല്ലാതെ ഇപ്പോൾ തന്നെ നടന്നുകൊള്ളും എന്ന നിലയിലല്ല അത് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ബൈബിളിലെ അപ്പോസ്തലർ 25:4, റോമർക്ക് എഴുതിയ ലേഖനം 16:20 ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിച്ച് നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തി 25:4, റോമർ 16:20 പറഞ്ഞത്. ഇത് നമ്മൾ ബോധ്യമാകും. ഞാനൊരു ഉദാഹരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകൻ സ്വീഡനിലേക്ക് വരാനായിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗത്തിൽ വരാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരണമൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വരാം എന്നുള്ള ഒരർത്ഥമല്ലാതെ ഒരു ക്രമീകരണം ആകുന്നതിന് മുമ്പ് വരാം, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന നിലയിലല്ല കർത്താവ് ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്
എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ഒരു വേഗത്തിൽ സംഭവിക്കും. അതിൻ്റെ പ്രോഗ്രാമൊക്കെ അങ്ങനെ ഫിനിഷായി വരുമ്പോൾ പെട്ടെന്ന് സംഭവിക്കും. സംഭവിച്ചാൽ അത് പെട്ടെന്ന് സംഭവിച്ച് തീരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത്. അത് എൻ്റെ കാലത്ത് സംഭവിക്കാം, എൻ്റെയും നിങ്ങളുടെയും കാലത്ത് സംഭവിക്കാം, ഒരു പക്ഷേ അടുത്ത ജനറേഷൻ സംഭവിക്കാം, അത് പെട്ടെന്ന് സംഭവിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ബോധത്തോടെ ജീവിക്കണം. കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കാം എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അല്ലെ, കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. ഈസ് കമ്മിങ്, ഈസ് എമിനൻറ്റ്, പെട്ടെന്ന് ആസന്നമായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് കാര്യം ഓർത്ത് വിശുദ്ധിയിൽ മുന്നേറുവാനും ദൈവവേലയിൽ മുന്നേറാനും നമുക്ക് കഴിയേണ്ടതാണ്. 4ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്, വെളിപ്പാട് പുസ്തകം അത് വായിക്കുന്നവരും വായിച്ച് കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന നിലയിൽ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇത് വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, അതിലുള്ളത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മലയാള പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വായിച്ച് കേൾപ്പിക്കുന്നവനും എന്നുണ്ട്. ഒരു പക്ഷേ അത് ഗ്രീക്ക്, ഇംഗ്ലീഷ് ബൈബിളുകളുമായിട്ട് ഒത്തുപോകുന്നതല്ല. വായിച്ച് കേൾക്കുന്നവനും എന്ന നിലയിലാണ്. വായിക്കണം, വായിച്ച് കേൾക്കണം, അതിലുള്ളത് അനുസരിക്കണം എന്ന നിലയിൽ, അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന നിലയിലാണ് അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകത്തിലെ 7 അനുഗ്രഹവാക്യങ്ങളുണ്ട്. അതിൽ ഒന്നാണിത്, ആദ്യത്തേതാണിത്. അനുഗ്രഹവാക്യങ്ങളെ ഞാനിങ്ങനെ ഓടിച്ചിങ്ങനെ പറഞ്ഞു പോകാം, നമ്മുടെ സമയം അങ്ങോട്ട് തീർന്നു പോയി. ഒന്നിതാണ്. 2ാമത്തെ അനുഗ്രഹവാക്യം 14:13 കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അത് 14:13. 3ാമത്തേത് 16:15 ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. പിന്നെ 4ാമതായിട്ടുള്ളത് 19:9 കുഞ്ഞാട്ടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. പിന്നെ 5ാമതായിട്ട് പറയുന്നത് 20:6 1ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. 1ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അത് വെളിപ്പാട് പുസ്തകം 20:6 കാണാം. 6ാമത്തേത് 22:7 കാണാം. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് 1ാമത്തേതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 7ാമത്തേത് 22:14 ജീവൻ്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻ. ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരമുണ്ട്. ഈ വർഷം സ്വർഗ അങ്ങനെ പുതിയ സിനിമയിലേക്കുണ്ട്. അതിൽ നമുക്ക് അധികാരം കിട്ടാനായിട്ടും പിന്നെ ആ രീതിയിൽ പിന്നെ നഗരത്തിൽ അങ്ങനെ പ്രവേശിക്കാനായിട്ടും നമ്മൾ വായിച്ച ജീവന പുസ്തകത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും നമുക്ക് അധികാരം കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ സൂക്ഷിക്കണം. അവരുടെ വസ്ത്രമലക്കി അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് 7 കാര്യങ്ങൾ പറയുന്നത്. 1ാമത്തേതാണല്ലോ കർത്താവ് ഇവിടെ പറഞ്ഞത്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ള. ഭാഗ്യം എന്ന് പറയുന്നത് ബീറ്റിറ്റ്യൂഡ്. ഭാഗ്യം എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് സുപ്രീം ഹാപ്പിനെസ് ആൻഡ് കാം എന്ന നിലയിലെടുക്കാം. എ സ്റ്റേറ്റ് ഓഫ് സുപ്രീം ഹാപ്പിനെസ് ആൻഡ് കാം. വളരെ പരമോന്നതമായിരിക്കുന്ന സന്തോഷവും ശാന്തതയുമാണ് കർത്താവ് ഇതനുസരിക്കുന്നവർക്ക് അങ്ങനെ വാഗ്ദാനം നൽകുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം വായിക്കുകയും വായിച്ച് കേൾക്കുകയും അതിൽ എഴുതിയിരിക്കുന്ന അനുസരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാണ്. അങ്ങനെ സുപ്രീമായിരിക്കുന്ന സന്തോഷവും സമാധാനവും അവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നെ അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം ദ ടൈം ഈസ് നിയർ എന്നുള്ളതാണ്. ദ ടൈം ഈസ് നിയർ, സമയം അടുത്തിരിക്കുന്നു എന്നാണ്. കർത്താവ് സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ മുമ്പിലത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് മലയാളം ബൈബിൾ തയ്യാറായിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷ്, ഗ്രീക്കൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഫർ അല്ലെങ്കിൽ ബിക്കാസ്
എന്ന നിലയിൽ അവിടെ ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നാൽ സമയം അടുത്തിരിക്കുന്നു എന്നാണ്. സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു, പ്രതിഫലം ലഭിക്കാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം തരാൻ താമസമന്യേ ഞാൻ അതിന് തയ്യാറാണ്, തരും എന്ന നിലയിൽ കർത്താവ് ഇവിടെ വാക്ക് കൊടുക്കുകയാണ്. സമയം അടുത്തിരിക്കുകയാണ്. ആ രീതിയിൽ കർത്താവ് നമ്മുടെ പ്രതിഫല സമയം വിദൂരമല്ല എന്ന് കർത്താവ് നമ്മെ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് വായിച്ച് കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യാം. അങ്ങനെ പാട്ടുകാരൻ പാടിയല്ലോ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ നേടുവാൻ അധികമില്ലിനിയും നാളുകൾ തീർന്നിടുവാൻ, നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലം അധികമില്ല എന്നുള്ള ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാം. അതുകൊണ്ട് എല്ലാ തിരുവെഴുത്തും പ്രാധാന്യമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് വെളിപ്പാട് പുസ്തകം വളരെ പ്രാധാന്യമാണ് എന്ന നിലയിലാണ്. ദൈവശാസ്യമായിട്ട് തന്നെയാണ് എല്ലാ തിരുവചനമായിരിക്കുന്നത്. 2 തിമോത്തി 3:16 ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് തന്നെയാണ് എല്ലാ തിരുവെഴുത്തും എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ ചില വേദഭാഗങ്ങളിൽ അങ്ങനെ ഈ ഉന്നതമായിരിക്കുന്നു എന്ന പദവി വിട്ട് വളരെ ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകം. അത് വെളിപ്പാട് പുസ്തക ഉന്നതിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അത് തീർച്ചയായും ഉന്നതമായിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി വെളിപ്പാട് പുസ്തകത്തിനോടുള്ള പ്രതികരണം നമ്മൾ അങ്ങനെ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് 4 കാര്യങ്ങളാണല്ലോ ഞാൻ നിങ്ങളോട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉന്നതിയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇത് കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അല്ല, പരിശുദ്ധാത്മാവിൽ കൂടെ ഒരു സൂപ്പർവിഷൻ നടത്തി അങ്ങനെ നേരിട്ട് തരുന്നതാണ്. കർത്താവ് തൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് കർത്താവ് ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നാലാമത്തെ കാര്യം ഈ പുസ്തകം വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അതോട് അനുസരിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി പരിശോധിച്ചു. അവന് തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് അങ്ങനെ സുവിശേഷം പറഞ്ഞവനാണ്. സുവിശേഷം പറഞ്ഞ് അനേക ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നവനാണ്. കൊളോസ്യമുണ്ടായിരുന്ന എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ടു, അവൻ്റെ സുവിശേഷം കേട്ടു. ആ രീതിയിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു. അവന് അങ്ങനെ പാമ്പിനോ തേളിനോ അങ്ങനെ കഴുകനോ ഒന്നും കുത്തിയും അങ്ങനെ ഒന്നും കൊല്ലാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവൻ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളെ കാണുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ നല്ല ദൈവത്തെ വെളിപ്പാട് പുസ്തകം നമുക്ക് അവതരിപ്പിച്ച് തരികയാണ്. ആ ദൈവത്തിൻ്റെ ആ വെളിപ്പാട് പുസ്തകം നമുക്ക് എല്ലാവർക്കും വായിക്കാം. വെളിപ്പാട് പുസ്തകം വായിച്ച് കേൾക്കാം. കേൾക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരും കേൾക്കട്ടെ, വായിച്ച് കേൾക്കാം, അതുകൊണ്ട് അനുസരിക്കാം. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അത് സമയമെടുത്തിരിക്കുന്നു. നമുക്ക് ദൈവം തരാൻ പ്രതിഫലം തരുന്ന സമയം വിദൂരമല്ല, അടുത്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അങ്ങനെ നമ്മൾ പ്രതിഫല സമയം അടുത്തിരിക്കുന്നു, അതിൽ നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ ആമേൻ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവേ വേഗം വരണമേ എന്ന് നമുക്ക് പറയാം.